എൻ്റെ അച്ഛൻ ഒരിക്കലും 2 മക്കൾക്കായിട്ട് സകല സ്വത്തുക്കളും എഴുതി വെച്ചിട്ട് മരിക്കില്ല. അതെനിക്ക് 100-110% ഈ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കഴിഞ്ഞ് 1 സെന്റെങ്കിലും എന്റെയോ എൻ്റെ ഭർത്താവിന്റെയോ എൻ്റെ മക്കളുടെയോ പേരിൽ ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാമെങ്കിൽ അത് ഞാൻ അവർക്ക് വെറുതെ എഴുതി കൊടുക്കാം. അച്ഛൻ ഓരോ കർമ്മം ചെയ്യുന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എൻ്റെ കർമ്മം ചെയ്യത്തില്ല, നീ നിന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. എൻ്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ഞാൻ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അന്ന് അത് ഒരു അച്ഛൻ്റെ അവസാനത്തെ കർമ്മമാണ്, അസ്ഥി നമസ്കരിക്കുക. അതിൽ എന്നെ തൊടിയിച്ചില്ല, എന്നെ അറിയിച്ചുമില്ല. അതെനിക്ക് വളരെ വേദനയായിരുന്നു. ഉമ്മൻചാണ്ടി സാറും വൈഫും എല്ലാവരും കൂടി ഇവരെ രണ്ടുപേരെയും കൗൺസിൽ ചെയ്തു. ഒത്തുതീർപ്പ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലായിരുന്നു. പിന്നെ ഷിബു ബേബി ജോണും ഉണ്ടായിരുന്നു. ഷിബു ബേബി ജോണും എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ടി ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മീഡിയേഷന് പൊയ്ക്കൊണ്ടിരുന്നത്. അവര് ചില ഡിമാൻഡ് വെച്ചു എന്നുള്ള ശരിയാ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, 2 കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ, അവരെ 2 ആൺകുട്ടികൾ, അവരെ പഠിപ്പിക്കണം. യാമിനിക്ക് ആരുമില്ല, അപ്പോൾ അവരെ വളർത്തണം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയായിരുന്നു ഇന്നലെ മലപ്പുറം കത്തി ഓലക്കേട് മൂട്? ഇന്നിതാ ബിന്ദു മേനോൻ എല്ലാം പുറത്തിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ സുഹൃത്തുക്കൾ ചെന്ന് ഗണേഷിനു വേണ്ടി ആദ്യം മാപ്പ് പറഞ്ഞു. പിന്നീട് ഗണേഷ് കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എല്ലാം മാപ്പാക്കാനുള്ള കരച്ചിൽ. എന്തായിരുന്നു അതിനു പിന്നിലുള്ള ചേതോ വിഹാരം? ഒരു വശത്ത് തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു നിർത്തുക, മറുവശത്ത് അതിനേക്കാൾ വലുത് ബിന്ദുവിന്റെ മാളത്തിൽ. ഗണേഷിന്റെ കോടികളാണ് ബിന്ദുവിന്റെ കൈവശം. 2013 യാമിനി തങ്കച്ചിയുമായി വിവാഹബന്ധം ഗണേഷ് കുമാർ വേർപെടുത്തിയത്. അന്ന് യാമിനി കേസ് കൊടുക്കുമോ എന്ന് ഭയന്ന് തൻ്റെ സ്വത്തുക്കളിലേറെയും ബിന്ദുവിൻ്റെ പേരിൽ എഴുതി വെച്ചു ഗണേഷ്. ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഉഷ മോഹൻദാസ് തന്നെ. യാമിനി തങ്കച്ചിയെ അതിക്രൂരമായി ഗണേഷ് ഉപദ്രവിച്ചിരുന്നു എന്ന് ഉഷ മോഹൻദാസ് വ്യക്തമാക്കിയിരുന്നു. എന്തിനേറെ തൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയെ വരെ ഗണേഷ് കുമാർ മർദ്ദിച്ചിട്ടുണ്ട്. എത്രയെത്ര സ്ത്രീകളുടെ പേരിലാണ് ഗണേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. ആരോപണങ്ങൾ മാത്രമല്ല, അനവധി കേസുകൾ പണം നൽകി ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉഷ മോഹൻദാസ് വ്യക്തമാക്കിയിരുന്നു. കൂടപ്പിറപ്പിനോട് ഗണേഷ് കുമാർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ കേട്ട് അന്ന് നമ്മൾ അമ്പരന്നുപോയി. ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് ഞാനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പല തുറന്നു പറച്ചിലുകളും അവർ നടത്തിയിരുന്നു. 2014 ഒരു പ്രമുഖ ചാനലിലെ മാധ്യമപ്രവർത്തകയായി ബിന്ദു മേനോനെ ഗണേഷ് കുമാർ വിവാഹം ചെയ്യുന്നത്. ബിന്ദു മേനോൻ ദുബായിലായിരുന്നു തന്റെ ബിസിനസ് ജീവിതം നയിച്ചത്. അന്ന് ഗണേഷ് കുമാറിന് പ്രായം 47, ബിന്ദുവിന് 43. 20 വർഷക്കാലം യാമിനി തങ്കച്ചിക്കൊപ്പം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമായിരുന്നു ഗണേഷ് കുമാർ വിവാഹമോചനം നേടിയതും തുടർന്ന് ബിന്ദു മേനോനെ വിവാഹം കഴിച്ചതും. എന്നാൽ 2019 ഈ ബന്ധം ഒരു പൊട്ടിത്തെറിയുടെ വക്കത്തെത്തിയിരുന്നു. 2014 വിവാഹത്തിന് ശേഷം ബിന്ദു ദുബായിലും ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ വീട്ടിലുമായിട്ടായിരുന്നു താമസം. പിന്നീട് ദുബായിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഇതോടെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇതിനിടയിൽ ബിന്ദു മനസ്സിലാക്കി. യാമിനിയുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് സമാനമായിരുന്നു ബിന്ദു മേനോന്റെ ജീവിതത്തിലും പിന്നീട് സംഭവിച്ചത്. 2019 തന്നെ ബിന്ദു മേനോനെ ഗണേഷ് കുമാറിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചിരുന്നു എന്ന തരത്തിൽ ചില കഥകൾ നമ്മൾ കേട്ടു. അതൊക്കെ ഇന്നത്തെ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ സത്യമായിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. ചില വിവാദങ്ങളെ തുടർന്ന് 2019 ബിന്ദു ഭർതൃവീട് ഉപേക്ഷിച്ച് പാലക്കാട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അവിടെയാണ് ബിന്ദു പിന്നീട് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഇതിനിടയിൽ മറ്റു ചില പ്രശ്നങ്ങളിൽ ഗണേഷ് കുമാർ ചെന്നുപെട്ടു. എന്നാൽ ഗണേഷ് കുമാറിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ബിന്ദു മേനോന്റെ പേരിൽ. ബിന്ദുവുമായി പെട്ടെന്ന് വിവാഹബന്ധം വേർപിരിഞ്ഞാൽ ഒക്കെ നഷ്ടപ്പെടുമെന്ന് ഗണേഷ് കുമാർ കണക്കുകൂട്ടി. പിന്നീട് ബിന്ദുവിനെ അനുനയിപ്പിച്ച് ഒപ്പം ചേർത്തു. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരി ഉഷ മോഹൻദാസ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അഭിമുഖത്തിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞ് ഗണേഷ് കുമാർ ആരാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുത്തുകൊള്ളുക. ഏത് കേസും വഴക്കും എന്തെല്ലാം ഉണ്ടായാലും സഹോദരൻ തന്നെയാണ് മനസ്സിൽ ആ വിചാരമുണ്ട്. പക്ഷെ സഹോദരൻ പലപ്പോഴും ആ വിചാരം കാട്ടുന്നില്ല. വളരെ രൂക്ഷമായി പല കമന്റുകളും പറയുന്നു. ഒരു വിൽപത്രത്തിന്റെ വിവാദം അത് കുറെ കാലമായിട്ട് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നതാണ്. അതെ, പക്ഷെ ഒന്ന് ഓർക്കണം, ഈ സമയത്ത് ഞാൻ പറയുക, ഇപ്പൊ ഏത് പണവും സ്വത്തും എല്ലാത്തിനേക്കാൾ വലിയ ബന്ധമാണ് രക്തബന്ധം. ആ രക്തബന്ധവും സഹോദര ബന്ധവും നമുക്ക് ഒരിക്കലും
കിട്ടുന്ന അതൊരു ഭാഗ്യമാണ്. അതിന് മുൻതൂക്കം കൊടുക്കുകയും അത് കാണുകയും ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു പറയുന്നു. കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ, അവർ തീർച്ചയായിട്ടും ആ പൈതൃകം സൂക്ഷിക്കേണ്ടതല്ലേ? പക്ഷെ ഗണേഷ് കുമാറിൽ എത്തുമ്പോൾ എന്തെല്ലാം വിവാദങ്ങള്, ചില പെണ്ണ് കേസുകള്, ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച മിക്ക കുടുംബങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതൊക്കെ മറ്റു ചില ആരോപണങ്ങളുടെ പേരിലാണ്. ഇതൊക്കെ ഈ കുടുംബത്തെ വല്ലാതെ ബാധിച്ചില്ലേ? അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്നും സഹോദരനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ പലതും വേണ്ടാത്തതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛന് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു അതേ ചൊല്ലി. പക്ഷെ അച്ഛൻ അവസാന കാലത്ത് ഗണേഷ് കുമാറിന് വലിയ കാര്യമായിരുന്നു എന്നാണ് ഗണേഷ്. അച്ഛനും മകനെ എന്നും കാര്യമാണ്. ഒരിക്കലും അച്ഛൻ മകനെ വെറുത്തിട്ടില്ല. പക്ഷെ മകനാണ് അച്ഛനിൽ നിന്ന് അകന്നകന്ന് മാറി നിന്നിരുന്നത്. 30-35 വർഷത്തിന് മേൽ അച്ഛനുമായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അച്ഛൻ വീക്കായി മരണത്തോടടുത്തപ്പോഴാണ് അദ്ദേഹം വീട്ടിൽ വരാനും വല്ലപ്പോഴും വന്ന് താമസിക്കാനും ഒക്കെ ആരംഭിച്ചത്. എനിക്കും എന്റെ അനുജത്തിക്കും ഗണേശന്റെ 2 മക്കൾക്കുമായിട്ടാണ് അച്ഛൻ ആ വിൽപ്പത്രം. ഗണേശനെ പരാമർശിക്കുന്നു. അതിനകത്തൊരു വിഷയമുണ്ട്. ഗണേശൻ രണ്ടാമത് വിവാഹം കഴിച്ചാൽ അറിയാമല്ലോ. വിവാഹം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സകല സ്വത്തുക്കൾ അച്ഛൻ കൊടുത്തതും അയാൾ ഉണ്ടാക്കിയതുമായ എല്ലാ സ്വത്തുക്കളും ആ പുതിയ ഭാര്യയുടെ പേരിലായിട്ട് എഴുതി മാറ്റി. ഇപ്പോഴത്തെ ഭാര്യ എഴുതി മാറ്റി. അത് അച്ഛനെ നൊമ്പരപ്പെടുത്തുന്നത്. കാരണം ഗണേശന്റെ മക്കൾക്ക് ഒന്നും അതിൽ വെച്ചിട്ടില്ല. അവർക്കൊരു വേറൊരു മകനും ഉണ്ട്. അപ്പൊ അവകാശം നാച്ചുറലി അവരാവുമല്ലോ. ഫോറൻസിക് അത് ഏത് കോടതിയിൽ ഒരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കിനേക്ക്. അത് എല്ലാ കേസിനും അങ്ങനെയാണ്. അത് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. അപ്പൊ ഫോറൻസിക്കിന് പോയി. ഈ ഫോറൻസിക് കഴിഞ്ഞ് അച്ഛൻ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനെ 1 വർഷമായി, ഈ മരിക്കുന്നതിന് 1 വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. ഈ പാർക്കിൻസോൺസിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, കൈവിറയലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം. അയാൾ കൈപിടിച്ചാണ് 1 വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകല പേപ്പേഴ്സും സകലതും ഒപ്പിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസവും ഇല്ല. ഉണ്ടോ? അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാണ് നടന്നു. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. തട്ടിപ്പല്ല, അത് ക്രൂരത. കാരണം എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഒരുപാട് കൊടുത്തു എന്ന്. കുറച്ച് ഓർണമെന്റ്സും മക്കളെ കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് വീട്, അതാ ഒരു പെൺമക്കൊക്കെ ചെയ്യുന്ന അത്ര വലിയ സംഭവമാണോ? അങ്ങനെ നോക്കാന്നേ ഗണേശൻ അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ സഹോദരിക്ക് കിട്ടേണ്ട ന്യായമായ സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കത് റെക്കോർഡുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിൽ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ, ഞാൻ ഇരുന്ന് കള്ളം പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെക്കോർഡ്സ് ഉണ്ടല്ലോ. ഈ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കഴിഞ്ഞ് 1 സെന്റെങ്കിലും എന്റെയോ എന്റെ ഭർത്താവിന്റെയോ എന്റെ മക്കളുടെയോ പേരിൽ ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാമെങ്കിൽ അത് ഞാൻ അവർക്ക് വെറുതെ എഴുതി കൊടുക്കാം. ഇല്ല. വിൽപത്രം മാനിപ്പുലേറ്റ് ചെയ്തു എന്നങ്ങ് വിശ്വസിക്കുമ്പോൾ മറുവശത്ത് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ഈ വിൽപത്രം തിരുത്തുക, ഇത്തരം തട്ടിപ്പുകൾ നടത്തുക, അതൊക്കെ ഒരു ശീലമാക്കിയ അതല്ലേ നമ്മൾ കണ്ട അനുഭവമല്ലേ. അത് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ചാനലുകളിലും പേപ്പറുകളിലും എല്ലാം വന്ന റെക്കോർഡ്. ശ്രീവിദ്യയുടെ സ്വത്തുക്കളൊക്കെ എവിടെ പോയി? പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ തിരുത്തിയെന്ന് പറഞ്ഞ കൊട്ടാരക്കര കോടതിയിൽ കേസുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീവിദ്യയുടെ ബ്രദർ ഇതെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് കോടതിയിൽ ശ്രീവിദ്യയുടെ അനിയൻ കൊടുത്ത കേസുണ്ട്. ചെക്ക് ചെയ്യട്ടെ. ഇത് എന്റെ പുളുവാണെന്ന് പറയുന്നത്, ഞാനിത് കള്ളമല്ല, സത്യ തെളിവോടെയാണ് പറയുന്നത്. ശ്രീവിദ്യയുടെ അങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൊട്ടാരക്കര കേസിൽ പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്ന് വിധി വന്നല്ലോ. അതങ്ങനെ അങ്ങ് മുമ്പൊരിക്കല് ചില അഭിമുഖത്തിലല്ല പ്രതികരണങ്ങളില് ഈ കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സോളാർ നായിക, അന്ന് ശരണ്യ മനോജ് ഒരു 3 മാസം അവിടെ കൊട്ടാരക്കരയിൽ താമസിപ്പിച്ച കഥകളൊക്കെ പറഞ്ഞിരുന്നു. അതിനെ ബാലകൃഷ്ണപിള്ള എങ്ങനെയാണ് നോക്കുക? അച്ഛൻ എന്തായിരുന്നു അച്ഛന്റെ ഒരു മനോഭാവം? അച്ഛന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ, എന്നാലും അവസാനം അച്ഛൻ മകന്റെ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്, മാനഭയം. അച്ഛൻ ഒരുപാട് മാനത്തെ വില കൊടുത്ത്, മാനം കാക്കണം എന്ന് വില കൊടുക്കുന്ന ഒരാളാണ്. ഒരു കുടുംബത്തിലൊരു പേര് മോശമാവണ്ടെന്ന് വിചാരിച്ച അച്ഛൻ ഒരുപാട് പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു. ഇല്ല എന്ന് പറയുന്നില്ല. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവില്. പിന്നെ അവര് കുടുംബത്തിന് മാനം രക്ഷിക്കാൻ ചില വിട്ടുവീഴ്ചകൾ, ചുരുക്കത്തിൽ പണം കൊടുത്ത് കാണണം. പണം കൊടുത്തോണ്ടാണ് അവര് ഒതുങ്ങിയതെന്ന് പറയാം ഒരു പക്ഷേ. തൊട്ടപ്പുറത്ത് പക്ഷെ എഴുത്ത് അതിനകത്ത് അച്ഛന് പങ്കില്ല. എഴുത്തിലില്ല. കാരണം ഈ ഒറിജിനൽ എഴുത്ത് അച്ഛന്റെ കൈ കിട്ടി.
ആ. പിന്നെ ആരാ പേര് ഞാൻ പറയുന്നില്ല, അച്ഛന്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛൻ അത് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട്, അച്ഛൻ എന്തോ ഈ പഠിക്കുന്ന പരീക്ഷയാണോ എന്ന് തമാശക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ ഇതേക്കുറിച്ച് പ്രതികരിച്ചോ? അപ്പൊ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത അച്ഛനോട് ചോദിച്ചു, സത്യമാണ് ഈ പറയുന്നത്? അച്ഛൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുമല്ലോ അതിനകത്തുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞ വാചകമാണ്, അയ്യോ ദൈവദോഷം പറയരുതല്ലോ, ഒന്നുമില്ല, അത് അങ്ങനത്തെ മോശപ്പെട്ട ഒരു കാര്യങ്ങളും അതിലെത്തിയിട്ടില്ല. എന്നിട്ട് എങ്ങനെ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞു? ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ, അവർ കരയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ സംഭവിച്ചു പോയതിന് എന്റെ കുടുംബം മുഴുവൻ ഞാൻ ദുഃഖിക്കുക. കാരണം അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും കൂടെ വളരെ അടുത്ത ഒരു കുടുംബ. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ ബാബ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഒരു സ്വന്തം അനുജത്തിയെ പോലെയാണ് അമ്മ കരുതുന്നത്. അവർക്ക് ഇങ്ങനെ ഗണേശ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തെ പറ്റി എന്തോ പറയും, പിന്നെ ഈ എഴുത്തുതിരി അതൊക്കെ പറഞ്ഞു. ഒത്തിരി ഒത്തിരി വിഷമം അവർക്ക് തോന്നുമല്ലോ നാച്ചുറലി. ഗണേഷ് കുമാർ പറഞ്ഞു ചാണ്ടിയൂപ്പനെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ടോ? ഞാൻ അങ്ങ് ഉമ്മൻചാണ്ടിയെ പറ്റി, ഉമ്മൻചാണ്ടിയെ പറ്റി ചാണ്ടിയൂപ്പനെ കുറിച്ചും പറയാമെന്നോ? എന്താ ഇതൊക്കെ നമ്മള് തമ്മിൽ ചെളിവാരി എറിയേണ്ട കാര്യമല്ലല്ലോ. ഇത് സത്യത്തെ അദ്ദേഹം ഇതിനകത്ത് ഇവര് ഈ എഴുത്ത് കൂട്ടിച്ചേർത്ത വിഷയമായിട്ട് സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. മാത്രമല്ല അച്ഛൻ CBIക്ക് മൊഴി കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനത്തെ യാതൊരു ആരോപണങ്ങളും ഇല്ലാന്ന് അച്ഛൻ നേരിട്ട് മൊഴി കൊടുത്തു. ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഇങ്ങനെ വ്യാജരേഖ ചമയ്ക്കുക, വിൽപത്രം തിരുത്തുക, അതൊന്നല്ല പല കേസുകളിൽ, അങ്ങേക്കറിയാമല്ലോ, പല കേസുകളിൽ ഇങ്ങനെ വിൽപത്രം തിരുത്തുക, ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും സമ്പത്തുള്ള, ഇത്രയും പ്രതാപത്തിൽ വളർന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ചെയ്യാമോ? അതേ പറ്റിയൊക്കെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം? പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായം, എന്റെ അച്ഛൻ ഒരിക്കലും 2 മക്കൾക്കായിട്ട് സകല സ്വത്തുക്കളും എഴുതി വെച്ചിട്ട് മരിക്കില്ല. അതെനിക്ക് 100-110% മരണത്തിന് തൊട്ട് മുൻപ് അച്ഛനെ കണ്ടിരുന്നു. എല്ലാ ആഴ്ചയും 2 ദിവസം വെച്ച് ഞാൻ പോവും. അച്ഛന് വേണ്ടുന്ന സംസാരിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിക്കും അച്ഛനെ കാണുന്ന. അച്ഛന് വിഷമമുണ്ട്. അച്ഛന് ഈ പറഞ്ഞ പോലെ ഒരു ഹൗസ് അറസ്റ്റ് പോലെ ആയിരുന്നു അച്ഛൻ. ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കണം, അവിടെ ആളുണ്ടോ? ഇതല്ല ഈ മനോജ് പൊന്നച്ഛനാണ് അസിസ്റ്റന്റ്, അയാളാണ് ഇതിന്റെ ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല. കാണുമ്പം വിഷമം പറയും, പക്ഷെ സംസാരിക്കാനും ഒന്നും വളരെ അച്ഛന് വിഷമമുണ്ട്. പക്ഷെ ഒന്നും വിട്ടു പറയാൻ വയ്യ. കാരണം പൊളിറ്റിക്സ് ഐയുടെ കയ്യില്, NSS ഐയുടെ കയ്യില്. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടു പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛന് വളരെ വേദനയുണ്ട്. ആ കാലഘട്ടത്തിൽ PC ജോർജ് ചില കമന്റുകൾ പറഞ്ഞിരുന്നു, അച്ഛനെ ഉപദ്രവിച്ച ഒരു മകന്റെ കഥയൊക്കെ. അതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം. പിന്നെ വിഷമമുണ്ട്, അത് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ടോ? ഞാനതെങ്ങനെ പറയാം? എന്റെ സഹോദരൻ ഒരു സൈഡിൽ എന്റെ അച്ഛൻ. ഞാൻ എന്തും ചെയ്യും, അതിന്റെ ഇടയ്ക്ക് വിഷമിക്കുകയാണ്. അതോർത്ത് അങ്ങ് കരഞ്ഞിട്ടുണ്ടോ? ഒരുപാട്. എന്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ തെറ്റുകളും പൊറുക്കട്ടെ. പിന്നെ എന്നിട്ടും അച്ഛൻ ക്ഷമിച്ചു. മകനല്ലേ? നമ്മുടെ കാര്യം ഓർത്ത് നോക്കും. നമ്മളെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കള് എത്ര തെറ്റ് ചെയ്താലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറക്കും. തെറ്റ് ചെയ്താലും. കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇതിൽ ഇടപെട്ടില്ലേ അപ്പോഴൊക്കെ? അതോ എല്ലാവർക്കും ഗണേശനെ ഭയമാണ്? സത്യം അതാണ്. ഇപ്പൊ ഭയങ്കര ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. കരഞ്ഞുകൊണ്ടാണ്, എന്റെ കണ്ണീരോട് കൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭർത്താവ് എന്തു പറഞ്ഞു? അദ്ദേഹം പിന്നെ ഒന്നിലും ഇടപെടത്തില്ല. സ്വത്തിനും പണത്തിനും ഒന്നും ഒട്ടും മോഹമുള്ള ആളുമല്ല. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. അദ്ദേഹം ആണ് എന്റെ അച്ഛനെ ഒരു മകനെ പോലെ. 23 വയസ്സ് എന്റെ വീട്ടിൽ വന്ന് കയറിയ ആളാണ്. അന്ന് ഗണേശ് വളരെ ചെറുതാ. അപ്പൊ അച്ഛൻ ഒരു മകനെ പോലെ കൊണ്ടുവരുന്ന ആളാണ് എന്റെ ഭർത്താവ്. ആ വീട്ടിൽ അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൂടിയിരിക്കുന്നതും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്ത ഒരു മരുമകൻ എന്നല്ല, മകനെ പറയൂ അച്ഛൻ. ഈ യാമിനി തങ്കച്ചി, അവരെ കുറിച്ച് ഗണേശൻ പറയുന്നത് ഒരു ക്രൂരയായ, ആക്രമിക്കുന്ന, അങ്ങനെ ഒരു ആക്രമിക്കുന്നൊക്കെ അവരുടെ അവസ്ഥയെ നോക്കുക. അവരൊരു ഭാര്യയല്ലേ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ. അവരൊരു മര്യാദക്കാരിയായ സ്ത്രീ ആയിരുന്നോ? അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവര് തമ്മിൽ ചിലപ്പോ ചേർച്ച കുറവുകൾ, അത് എന്തിന്റെ പേരിലാണെന്നുള്ള അവരുടെ പേഴ്സണൽ കാര്യം. അവർക്ക് വലിയ യോജിപ്പുണ്ടോന്ന് വെച്ചാൽ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ലല്ലോ. ഭാര്യ ഭർത്താവ് അല്ല. പക്ഷെ അച്ഛന് ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നു, മന്ത്രിമന്ദിരങ്ങളിൽ പോലും മറ്റിടപാടുകൾ നടക്കുന്നുവെന്ന്. യാമിനി പറഞ്ഞിട്ടുണ്ട്. യാമിനിയുടെ ഇന്റർവ്യൂലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ അന്ന് അറിയാമായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവർക്കും?
കുറെയൊക്കെ അറിയാം. പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരനെ വിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാനും പറ്റത്തില്ലല്ലോ. പക്ഷെ ആ കുട്ടിയെ വിട്ടില്ല. ലാസ്റ്റില് ഈ ബന്ധം പിരിഞ്ഞ് പോകുമ്പം അച്ഛൻ പറഞ്ഞു, ആ കുട്ടിക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ഈ 2 മക്കള്, കൊച്ചു കുഞ്ഞുങ്ങള്. ഇവരുമായിട്ട് പിരിയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോള് പോകണ്ട, ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, റോഡിലോട്ട് ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അച്ഛനാണ് തീരുമാനം. അച്ഛൻ വെച്ചു കൊടുത്ത വീടാണ്, വഴുതക്കാട് വീട്. അച്ഛൻ വെച്ചു കൊടുത്ത ഗണേശൻ. അങ്ങനെ മോള് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകണ്ട, കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ തന്നെ കഴിയൂന്ന് ഇറക്കി വിട്ടില്ല. ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഗണേശന്റെ വീടല്ലേ, ഗണേശന്റെ പേരിലുള്ള വീടല്ലേ, അച്ഛൻ വെച്ചു കൊടുത്ത ഗണേശന്റെ പിന്നീട് മാറ്റി യാമിനിയുടെ പേരിൽ എഴുതി കൊടുത്തു. മടിയൊന്നും പ്രകടിപ്പിച്ചില്ല. അല്ല, മടി ഉണ്ടാവും, പക്ഷെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മീഡിയേഷൻ. അത് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇത് യാമിനിയാണ് പറയേണ്ടത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് പറയുവാണ്. 498 പ്രകാരം യാമിനി പരാതി, 498A അറിയാലോ, ഗാർഹിക പീഡനം, അത് പ്രകാരമുള്ള കേസ് യാമിനി ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിന്. രണ്ടാമതും കൊടുത്തു, അദ്ദേഹം അനങ്ങിയില്ല. വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടെ നിന്നു എന്ന് വേണം പറയാൻ, രക്ഷിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ യാമിനി സ്റ്റേഷനിൽ പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റ് വാറന്റും FIRഉം രജിസ്റ്റർ ചെയ്തു. അതാണ് സത്യം. അത് പേപ്പറിലൊക്കെ ഉള്ള കാര്യമാണ്, ഞാൻ പറയണ്ട. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. പക്ഷേ ഇപ്പോൾ ഗണേഷ് പറയുന്നത് എന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു, തിരികെ കയറ്റുമെന്ന് വാക്ക് നൽകി, ഒടുവിൽ ഉമ്മൻചാണ്ടി ചതിച്ചു എന്നാണ്. അപ്പോ ആ അവസ്ഥയിൽ ഉമ്മൻചാണ്ടി സാറും വൈഫും എല്ലാവരും കൂടി ഇവരെ രണ്ടുപേരെയും കൗൺസിൽ ചെയ്തു. ഒത്തുതീർപ്പ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലായിരുന്നു. പിന്നെ ഷിബു ബേബി ജോണും ഉണ്ടായിരുന്നു ഷിബു ബേബി ജോണും എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് T ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മീഡിയേഷന് പോയിക്കൊണ്ടിരുന്നത്. പോയി സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇത് ഒത്തുതീർപ്പാക്കാൻ. പക്ഷെ നടന്നില്ല. യാമിനി വളരെ സ്ട്രോങ് ആയിട്ട് ഇനി ഈ ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു. അപ്പം അവര് ചില ഡിമാൻഡ് വെച്ചു എന്നുള്ള ശരിയാ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, 2 കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ, അവരെ 2 ആൺകുട്ടികൾ, അവരെ പഠിപ്പിക്കണം. യാമിനിക്ക് ആരുമില്ല, അപ്പോൾ അവരെ വളർത്തണം. അപ്പോൾ കുറച്ച് ക്യാഷും ഡിമാൻഡുകളും ഒക്കെ ചോദിച്ചു. അത് കൊടുക്കേണ്ട ഒരു റൈറ്റ് അല്ലേ, ഒരു അച്ഛന്റെ റൈറ്റ് അല്ലേ. അതാണ് പറഞ്ഞത്, എന്റെ പൈസ എല്ലാം തട്ടിപ്പറിച്ചു കൊടുത്ത് എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി. അതാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ അതില് ഉമ്മൻചാണ്ടി എത്ര നിരപരാധിയാണ്. അദ്ദേഹം വളരെ നിരപരാധി. അദ്ദേഹമാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ രക്ഷിച്ചതും. ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ പിന്നീട് മന്ത്രിയാവാനും കഴിയില്ല. മന്ത്രിയാവുന്നല്ല, ഇന്നും മത്സരിക്കാൻ പോലും കഴിയാത്ത നിലയില്ല ശിക്ഷ കിട്ടിയാൽ. അപ്പൊ അദ്ദേഹം രക്ഷിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരിക്കലും തകർത്തില്ല കുടുംബം ഒത്തുതീർപ്പാകാൻ നോക്കി, അത് നടക്കുന്നില്ല. അത് ഭാര്യയും ഭർത്താവിന്റെയും ഇഷ്ടമല്ലേ. അപ്പൊ സഹായിച്ച ഓരോരുത്തരെയും പിന്നീട് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച സ്വന്തം സഹോദരിയോട് ചെയ്യുന്നതിൽ കൂടുതലാണ്. സ്വന്തം ഞാൻ കൂടെ പുറപ്പ് മൂത്ത ചേച്ചിയല്ലേ, ആ കോടതിയിലെ മീഡിയേഷൻ ടോക്കിലൊക്കെ എന്നോട് സംസാരിക്കുന്ന കേട്ട തകർന്നു. ഒരു അമ്മയെ പോലെ എടുത്തോണ്ട് നടന്ന് ആഹാരവും വാരിക്കൊടുത്ത് വളർത്തിയ ഒരു ചേച്ചിയാ. എന്നോട് സംസാരിക്കുന്ന രീതി എത്ര കൾച്ചർ ഇല്ലാതെ, എത്ര ക്രൂരമായിട്ടാ സംസാരിക്കുന്നത്. മോശം, വളരെ മോശം. കേട്ടു. ചീത്ത വിളിച്ചിട്ടുണ്ടോ? ചീത്തയല്ല, അതിനേക്കാൾ മോശമായിട്ടാ സംസാരിച്ചത്. എനിക്കത് ഇവിടെ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ മുന്നിൽ വെച്ചാണോ അതോ എല്ലാവരും കേൾക്കുക? അഡ്വക്കേറ്റ്സ് അവർ പലരും ഇറങ്ങിപ്പോയി, ഇഷ്ടപ്പെടാതെ പലരും ഇറങ്ങിപ്പോയി. പലരും മുഖം തിരിച്ചിരുന്നു. കേട്ട് എന്താ സംസാരിക്കണ്ടേന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇരട്ട മുഖമുണ്ടോ ഒരു അഭിനയിക്കുന്ന ഒരു പൊതു? ഈ പറയുന്നതൊന്നും ശരിയല്ല, ഈ ടിവിയില് കാണുന്ന ഒന്നും സത്യവുമല്ല ശരിയുമല്ല. അത് ഞാൻ പറയാം. ഇരട്ട മുഖമോ എന്തോ അതൊന്നും എനിക്കറിയില്ല. ഈ പറയുന്ന ഇപ്പൊ തന്നെ ഉമ്മൻചാണ്ടിയുടെ കേസ് തന്നെ ഒരു ഉദാഹരണം എടുക്കാം. എന്റെ കേസ് എടുക്കാം. എനിക്ക് ഒരുപാട് തന്നു. ഒരു മകളെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചയക്കുന്നതാണോ ഒരുപാട് തന്നു? ഏതച്ഛനും ചെയ്യുന്നതല്ലേ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. എനിക്ക് 2 കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലോട്ട് കൊടുക്കണം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. 2 പ്ലോട്ട്. അത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സ്കൂള് എന്റെ പേരിൽ എഴുതി വെച്ചിരുന്നത് അച്ഛൻ. എന്റെ ഹസ്ബൻഡിന്റെ മാനേജരായിരുന്നു. അച്ഛൻ മരിക്കുന്നവരെ എന്റെ ഹസ്ബൻഡായിരുന്നു ആ സ്കൂളിന്റെ മാനേജർ. ചോദിച്ചില്ല. സ്കൂളുകൾ, ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അച്ഛന്. ഒരുപാട് ലാൻഡ് ഇതുണ്ട്, അപ്പൂപ്പൻ കൊടുത്ത. അത് എല്ലാം ഉണ്ട്. വീട് എന്റെ പേർക്കായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ആകെ ചോദിച്ച 2 പ്ലോട്ട്. അത് തിരുത്തണം എനിക്ക്. കാരണം ഞാൻ എല്ലാം കൂടി ചോദിച്ചു, പോരാന്ന് പറഞ്ഞു മീഡിയേഷൻ. അല്ല, ഒരു സഹോദരിയുമായിട്ടുള്ള ഒരു വെറും തർക്കമല്ല, ഒരു വിൽപത്രത്തെ വളച്ചൊടിച്ച്
മറ്റേ തട്ടിപ്പ് നടത്തിയ ഒരു കഥയാണ് അങ്ങ് പറയുന്നത്. ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലപ്പുറം മറ്റു ചില വേദനിപ്പിക്കുന്ന രംഗങ്ങൾ ഒരു പക്ഷെ മനസ്സിലുണ്ടാവും. ഈ സോളാർ നായിക ഒരിക്കല് അവരുടെ ഒരു കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിപ്പോലും ചില കമന്റുകൾ നടത്തി. അതൊക്കെ അച്ഛൻ അറിയാമായിരുന്നു? അച്ഛനറിയാമായിരുന്നു, പക്ഷെ എനിക്കതേ പറ്റിയൊന്നും ഉറപ്പറിഞ്ഞൂടാ. വേറെ പല അറിയാം, പക്ഷെ അത് സരിതയുടെ റിലേഷൻഷിപ്പ് അറിയാം, ബട്ട് കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. അച്ഛനെന്തൊക്കെയോ അറിയാമായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരുപാട്, അതല്ലേ പറഞ്ഞ ഇപ്പൊ ഒരുപാട് കൊടുത്തുകൊണ്ട് അങ്ങനെ നോക്കുക നീ, അത് മകന് വേണ്ടി എന്തെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അല്ല, യാമിനി തങ്കച്ചി പിന്നീട് പറഞ്ഞത് മന്ദിരത്തിൽ വെച്ച് അനാശാസ്യം നടത്തി ഞാനത്. അപ്പോ അങ്ങനെയൊക്കെ ഒരു കുടുംബത്തില് വലിയ ഒരു ഷോക്കല്ലേ ഇത്തരം പ്രതികരണം? തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരുന്നു എല്ലാവർക്കും, പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളൊന്നുമല്ല. ഒരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. മനസാക്ഷി കുത്തൊന്നുമില്ല. മനസാക്ഷി കുത്തില്ല, സ്വന്തം രക്തത്തിനോടില്ലല്ലോ. എന്റെ കുഞ്ഞ്, എന്റെ മകളുടെ കുഞ്ഞ്, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, നിങ്ങൾ കണ്ടു കാണും, ക്യാൻസർ പേഷ്യന്റ് ആണ്. ആ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അച്ഛൻ കരുതിയുന്ന പൈസ പോലും തട്ടിപ്പറിച്ചെടുത്തില്ലേ? അപ്പൊ മനസാക്ഷി എന്നൊന്നുണ്ടോ? ആ കുഞ്ഞിന് അച്ഛൻ മരിക്കുമ്പം വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, അവന് കാലില് ഇങ്ങനെ ട്യൂമറായി, സർജറി, അപ്പൊ അവനെ കണ്ണിനും കുറച്ച് പ്രോബ്ലം ഉണ്ട്, അപ്പൊ അവനെ പുറത്തു കൊണ്ടുപോയി ശരിയാക്കണം. അവനാണ് എൻ്റെ ഒരു ദുഃഖം ജീവിതത്തിൽ. അപ്പൊ അവന് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ എല്ലാം സർവീസ് സഹകരണ, മറ്റേ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിലാണ് അച്ഛൻ്റെ സമ്പതി. ഒരു തങ്കപ്പൻപിള്ളയുണ്ട് പ്രസിഡന്റ്, അയാൾ അതുപോലെ വഹിച്ചു എല്ലാം. അങ്ങേരുടെ ബാങ്കിൽ ഞാൻ കരുതിയിട്ടുണ്ട് കുഞ്ഞിന്. പിന്നെ അത് എടുത്ത് അവനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഓരോ കർമ്മം ചെയ്യുന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എൻ്റെ കർമ്മം ചെയ്യത്തില്ല, നീ നിന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. എൻ്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ഞാൻ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അന്ന് അത് ഒരു അച്ഛൻ്റെ അവസാനത്തെ കർമ്മമാണ്, അസ്ഥി നമസ്കരിക്കുക. അതില് എന്നെ തൊടിയിച്ചില്ല, എന്നെ അറിയിച്ചുമില്ല. അതെനിക്ക് വളരെ വേദനയായിരുന്നു. ബാലകൃഷ്ണപിള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ പൂജപ്പുരയിലെ ജയിൽ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന ആ ഒരു 2 വർഷക്കാലം തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതിനുള്ള കാരണം മകന്റെ ഒറ്റപ്പെടുത്തലാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ? വേറെ ഒരു കാരണം അച്ഛനില്ല. അത് ബാക്കി എല്ലാം അച്ഛൻ വളരെ സന്തോഷം. മകൻ ഈ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു വേദന അച്ഛനുണ്ടായി. അതിന്റെ തിരിച്ചടിയാണോ പിന്നീട് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയത്? ഒരു വിധി വൈപരീത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മന്ത്രിസ്ഥാനം അച്ഛന്, അത് സത്യം പറയാം, അച്ഛൻ അന്ന് ഇലക്ഷൻ ജയിച്ച, അച്ഛനും ഗണേശനും ഒന്നിച്ച് ജയിച്ചു. സ്വാഭാവികമായിട്ട് അച്ഛൻ ചെയർമാനാണ് മന്ത്രിയാവുന്നത്. അങ്ങനെ AK ആന്റണി സാറായിരുന്നു മുഖ്യമന്ത്രി. അന്ന് തീരുമാനം എടുത്തു അച്ഛൻ മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ. നാളെ സത്യപ്രതിജ്ഞ, മറ്റന്നാൾ സത്യപ്രതിജ്ഞ, എല്ലാം റെഡിയായി. കൊട്ടാരക്കരക്കാരെല്ലാം എപ്പോഴത്തെ പോലെ റെഡിയായി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഒരു മൂവ് ഉണ്ടായി. എവിടുന്നാ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ബാലകൃഷ്ണ കനാല സാറാണ് എന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പത്മജി. അവരോട് ഒരു പോലെ ഗണേശൻ മന്ത്രിയാവട്ടെ. ബാലകൃഷ്ണ വലിയ അടുപ്പമാണ്, കുടുംബമായിട്ട് വലിയ അടുപ്പമാണ്. അങ്ങനെ ആ വഴി വന്നതാണെന്ന് ആന്റണി സാറ് പറഞ്ഞു. ആന്റണി സാറിന് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടായി, അച്ഛനെ മാറ്റി നിർത്തി മകനെ മന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഫീലിംഗ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ അച്ഛൻ അനുകൂലിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും അച്ഛനെ വിട്ട് അമ്മ ഒരു കാര്യം, മകനോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്, ഒരു മകനല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അച്ഛനെ വിട്ട് അമ്മ നിൽക്കില്ല. മകനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞു, ദേഷ്യപ്പെട്ടു, മോശമാണെന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിച്ചേ? അയാൾക്ക് വിഷമം ഉണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അന്നൊക്കെ കുറച്ച് വിഷമം. പക്ഷെ പിന്നെ അച്ഛന്റെ വിഷമം അതിലായിക്കോട്ടെ, മന്ത്രിയായപ്പോ എല്ലാവരും ഇപ്പൊ പറയും ബാലകൃഷ്ണപിള്ള മകനെ പെരുന്തച്ചൻ അല്ല, കഷ്ടമാണ് അത് പറഞ്ഞ. പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ല. ഇപ്പൊ മാണിസാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇവരാരും ജീവിച്ചിരിക്കുമ്പോ മക്കൾ ആരും വന്നില്ലല്ലോ. അവരെല്ലാം അച്ഛന്റെ കാലശേഷം അല്ലെ അച്ഛന്റെ അനുവാദത്തോടോ ആശീർവാദത്തോടു കൂടിയല്ലേ വന്നത്. അതാണ് അച്ഛന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്
തെറ്റെന്നുള്ള മണ്ടത്തരമൊന്നുമല്ല, തെറ്റെന്നുള്ള വാക്കാ ഉപയോഗിച്ചത്. എന്റെ മകനെ കൂട്ടിക്കൊണ്ടു. പക്ഷെ മകന് ഈ രാഷ്ട്രീയ പശ്ചാത്തലമില്ലായിരുന്നു, പാരമ്പര്യമില്ലായിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച യാതൊരുവിധ ഇതുമില്ല. അപ്പോൾ അല്ല, കരുണാകരൻ സാറിന്റെ കൂടെ കോൺഗ്രസിൽ ടിക്കറ്റ് എടുത്ത് കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം സീറ്റ് കൊടുത്തില്ല. കൊല്ലം സീറ്റ് അവിടെ ഇവിടെ പലതും ഒക്കെ അയാളെ മോഹിപ്പിച്ച് കൊണ്ടു നടന്നു. പക്ഷെ സീറ്റിന്റെ സമയമായപ്പം കൊടുത്തില്ല. അപ്പൊ പറഞ്ഞു ബാലകൃഷ്ണനോട് ചെന്ന് ചോദിക്കൂ, അവിടെ പത്തനാപുരം സീറ്റ് ഉണ്ടല്ലോ ഗണേശ, പോയി ചോദിക്കുന്നു. അങ്ങനെയാണ് അച്ഛൻ വിളിച്ച് പത്തനാപുരം കൊടുത്തത്. അച്ഛൻ തന്നെയാണ് കൊടുത്തത് അല്ലേ? അത് പിന്നെ അച്ഛന് വിനയായി. അച്ഛന് അച്ഛൻ പിന്നെ മാറി നിൽക്കട്ടെ, ഇനി എന്തിനാ ഞാൻ മതി എന്നുള്ള ഒരു തീരുമാനം. അത് ഏതാ അച്ഛനെയും വേദനിപ്പിക്കും. അല്ലാതെ പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന് അതിന് പറയാൻ ഒക്കത്തില്ല. അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന കാലമാണ്. അതെ അതെ. അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ നിന്ന് അച്ഛന്റെ ആൾക്കാരെ സംരക്ഷിച്ച് അങ്ങനെ പാർട്ടി കൊണ്ടുപോകണം. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു മന്ത്രിസ്ഥാനം മകൻ തട്ടിയെടുത്തതിന് ശേഷമാണോ കുടുംബ ബന്ധങ്ങളിലൊക്കെ പാളിച്ചകൾ വരുന്നത്, പ്രശ്നങ്ങൾ തുടങ്ങിയത്? അതുവരെ എല്ലാം ഭദ്രമായിരുന്നോ? ഭദ്രമോ എന്ന് ചോദിച്ചാൽ ഭദ്രം എന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ അച്ഛനും മകനും കൂടെ അത്ര വലിയ യോജിപ്പുകളൊന്നും ഇല്ലായിരുന്നു അതിന് മുൻപ് തന്നെ. പക്ഷെ എന്നാലും ഇതോടുകൂടിയാണ് ഇത്. ചിലർ പറയുന്നു ഒരു തന്നിഷ്ട സ്വഭാവം ഉണ്ട് ബാലകൃഷ്ണ പിള്ളയ്ക്ക്, അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ മകനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മരണം വരെ മകന്റെ ആവശ്യം വരുമ്പം ഓടിച്ചെല്ലും. മകനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യും. മകന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ക്രിമിനൽ കേസ്, അത് ഇത്, ആ സമയത്തെല്ലാം ഓടിച്ചെന്ന് അവരുടെ കാല് പിടിച്ചവരെ രക്ഷിക്കും. ഇതൊക്കെ മകനോട് സ്നേഹം അല്ല, അത് ചില പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങ് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളിൽ ചെന്ന് ഗണേശൻ പെടുന്നു, അതൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന അച്ഛനാണെന്ന്. പൈസ കൊടുത്ത് ഇതിനൊക്കെ ചെയ്തില്ലേ പല കേസിനും? ഇവിടെ പറയാൻ പറ്റത്തില്ല. പല കേസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇടയ്ക്കൊരു മറ്റേ അമ്മയും മകനും ഒരു അടിക്കേസൊക്കെ ഉണ്ടായല്ലോ, റോഡിലിട്ട് അടിച്ച കേസൊക്കെ. അവര് വലിയ ക്രിമിനൽ കേസല്ലേ കൊണ്ട് കൊടുത്തത്. അപ്പൊ അച്ഛൻ ചെന്ന് അവര് NSS അച്ഛൻ ചെന്ന് അവരുടെ കാല് പിടിച്ചപ്പോ അവര് സാറ് പറയുന്നല്ലേ എന്ന് പറഞ്ഞാൽ അവര് പിന്മാറി. ഇപ്പോഴത്തെ അച്ഛന്റെ അതേ പാത പിന്തുടർന്ന് NSSന്റെ അമരത്ത് ഇരിക്കുകയാണ്. NSS ഡയറക്ടർ ബോർഡിലുണ്ട്. അപ്പോൾ അടുത്ത ജനറൽ സെക്രട്ടറി അവരുടെ കരുനീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സുകുമാരൻ നായരുമായിട്ടും വലിയ ബന്ധം സൂക്ഷിക്കുന്നു. അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു മിടുക്കുണ്ടല്ലോ. അത് ദൈവം കൂടെ വിചാരിക്കണം. നമ്മൾ മാത്രം വിചാരിച്ചാ പോരാ. മോളുടെ ഒരു ശക്തിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ഉണ്ടാവണം. വിശ്വാസിയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടോ. തികഞ്ഞ വിശ്വാസിയാണ്. ദൈവത്തിൽ വിശ്വാസം ഉണ്ട്. ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യൂ. ദൈവത്തിനെ പയക്കത്തില്ലേ? പയക്കും. അപ്പൊ എന്നിട്ടും ദൈവം പന പോലെ വളർത്തി. അത് പറഞ്ഞ ബൈബിളിലെ ഒരു വാചകം ഓർമ്മ വരുന്നത്. ഇടക്കാലത്ത് ഈ കൊട്ടാരക്കര സീറ്റില് ശ്രീമതി ഉഷ മോഹൻദാസിനെ പരിഗണിക്കുന്നു എന്നൊക്കെ ചില വാർത്തകൾ കേട്ടിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന്. എന്താണ് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്? കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലമാണ്. ഞാൻ ജനിച്ച്, ഞാൻ വളർന്ന്, ഞാൻ പഠിച്ച്, എന്നെ വിവാഹം കഴിപ്പിച്ച കൊട്ടാരക്കരക്കാരനെ കൊണ്ടാണ്. അങ്ങനെ കൊട്ടാരക്കരയായിട്ടുള്ള ഒരു ബന്ധം ഒരിക്കലും എനിക്ക് മുറിച്ചു കളയാൻ പറ്റത്തില്ല. ഇപ്പം കൊട്ടാരക്കര പഞ്ചായത്തിലോ വില്ലേജിലോ എനിക്ക് കാലുകുത്താൻ പോലും സ്ഥലമില്ല എന്നുള്ളത് ഒരു വാസ്തവം. പക്ഷെ കൊട്ടാരക്കര എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഇന്ന് കൊട്ടാരക്കര പോയാൽ എനിക്ക് ഒന്ന് ഒരു എന്താ പറയാ, ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് എൻ്റെ. പക്ഷെ കൊട്ടാരക്കരക്ക് എൻ്റെ അച്ഛൻ്റെ വികാരമായിരുന്നു കൊട്ടാരക്കര. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ മോഹങ്ങളോ ഇല്ല. പക്ഷെ അച്ഛൻ കൊട്ടാരക്കരയെ സ്നേഹിച്ചത് ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ കൊട്ടാരക്കര നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ മാറി, അത് വേണ്ടെന്ന് വെച്ചു. കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിച്ചിരുന്നോ? ആദ്യം അവരുടെ സൈഡിൽ നിന്നൊരു മൂവ് ഉണ്ടായിരുന്നു, നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകണമെന്നോ വേറെ ഒരു സീറ്റ് തരാൻ തയ്യാറായിരിക്കാം, പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. കൊട്ടാരക്കര ആണെങ്കിൽ മാത്രം ആലോചിക്കേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ വലിയ സ്ട്രോങ് ആയിട്ടൊന്നും എന്റെ പുറകെ പോയി. തീർച്ചയായിട്ടും ഐഷ പോറ്റി ആയാലും ബാലഗോപാലായാലും ആരായാലും കൊട്ടാരക്കര നന്നാവണം, കൊട്ടാരക്കരക്കാർക്ക് ഗുണമുണ്ടാവണം. അതേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ഒരു ധനമന്ത്രി ഉണ്ട്. ഐഷ പോറ്റി പഴയ ആളാണ്. പക്ഷെ അവർക്ക് വ്യത്യാസമുണ്ട്. പഴയ രാഷ്ട്രീയം അച്ഛന് ഈയിടെ കൊടിക്കുന്നിൽ സുരേഷ് ഒരു ഇന്റർവ്യൂ പറയുകയുണ്ടായി. ജനങ്ങളിലേക്ക് ഐഷ പോറ്റി ഇറങ്ങിപ്പോയി, ബാലകൃഷ്ണപിള്ള സാർ പോയില്ല. അത് തെറ്റ്. കൊടിക്കുന്നിൽ സുരേഷ് കാണുന്ന ബാലകൃഷ്ണപിള്ള ഇപ്പോഴത്തെ ബാലകൃഷ്ണപിള്ളയാണ്. പക്ഷെ പണ്ടൊരു ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ഈ കൊട്ടാരക്കരയിലെ ഓരോ വീട്ടിലെയും ആളുകളെ പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ഒരു ബാലകൃഷ്ണപിള്ള.
ജനങ്ങളിലേ ജീവിച്ച ആളാണ്. വേറെ ഒരു സ്ഥലത്തും അദ്ദേഹം പോയിട്ടില്ല, കൊട്ടാരക്കര തന്നെ. ഇപ്പം ഐഷ പൊയ്റ്റിയുടെയും പിന്നെ ബാലഗോപാലിന്റെ ഒക്കെ കാലം വന്നപ്പോ MLA ഫണ്ടും പാർട്ടി ഫണ്ടും ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ബാലകൃഷ്ണപിള്ളയുടെ സമയത്ത് ഒരു ഫണ്ടും ഇല്ല. ഓരോ മന്ത്രിമാരുടെ കാല് പിടിച്ച് ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ സംഭവങ്ങൾ കൊട്ടാരക്കര കൊണ്ടുവന്നു. ട്രാൻസ്പോർട്ടിന്റെ അന്നത്തെ എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല ഓരോ മന്ത്രിയുടെയും കാല് പിടിച്ച് പാലവും റോഡും എല്ലാം നേടി. ഇന്നത്തെ MLAക്കും MPക്കും ആ പ്രയാസമില്ല, അവർക്ക് നല്ല ഫണ്ടുണ്ട്. അതാണ് വ്യത്യാസം. അച്ഛന്റെ ഒരു അവസാന കാലം എങ്ങനെയായിരുന്നു? വാളകത്തെ വീട്ടിലായിരുന്നല്ലോ അവസാന കാലം. വാളകത്തെ വീട്ടിലല്ല, അച്ഛന്റെ ആഗ്രഹം വാളകത്തെ വീട്ടിൽ കിടക്കണം എന്നായിരുന്നു. അത് അദ്ദേഹം അങ്ങ് ലോക്ക് ചെയ്തൊരു കൊട്ടാരക്കര വീട്ടിലായിരുന്നു. കൊട്ടാരക്കര വീട്ടിലേക്ക് മാറ്റി. അതിന്റെ കാരണം എന്താണ്? അതെന്താണെന്ന് എനിക്ക് വാളകത്തെ വീട്ടിലോട്ട് ഇനി ആരും ഒരു ആക്സസ് വേണ്ട. അയാള് കസ്റ്റഡിയിലാക്കുക. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആരും അതൊന്നും പോകണ്ടെന്ന് വിചാരിച്ചായിരിക്കാം വാളകത്തെ വീട്ടിൽ നിന്ന് അച്ഛന് അവസാനം അവിടെ കിടന്ന് മരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാന കാലത്ത് ബാലകൃഷ്ണപിള്ളയെ വീട്ടിൽ പൂട്ടിയിട്ടു എന്നൊക്കെ. അല്ല, അച്ഛനൊരു തടവ് പോലെയായിരുന്നു. ഒരു കൊട്ടാരക്കര വീട്ടിൽ അച്ഛൻ രാജകീയമായിട്ട് ജീവിച്ചിരുന്നിടത്ത് മാറ്റി ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മുറിയിലായിരുന്നു അവസാന കാലം. അതിന്റെ കാരണം എന്താ? അത് അദ്ദേഹത്തിനോട് ചോദിച്ചല്ലേ അറിയുള്ളൂ. മോളിൽ കയറാൻ വയ്യ എന്നൊക്കെയാണ് ന്യായം പറയുന്നത്. അച്ഛൻ കയറി ഇറങ്ങാറൊന്നുമില്ല. പിന്നെ സ്റ്റാഫുകളുടെ സൗകര്യത്തിനൊക്കെ ആയിരിക്കും. ജോലിക്കാരുടെ അത്ര ഒരു ചെറിയ മുറിയായിരുന്നു. ചെറിയ മുറിയല്ല, ഒരു താഴത്തെ ഒരു മുറി. ആ മുറി ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. അവിടെ ഒരു ഹൗസ് അറസ്റ്റിൽ എന്നതുപോലെ പറയാം. ഒന്നിന് സ്വാതന്ത്ര്യം. പേടി അച്ഛന് ഭയങ്കര ഭയമായിരുന്നു. അവസാനം വിറയ്ക്കും. ഇയാൾ വരുന്നു എന്ന് പറയുമ്പോ കൈയെല്ലാം വിറയ്ക്കും. ഭയങ്കര പേടിയായിരുന്നു. അതിന്റെ കാരണം എന്താ? കാരണം പേടിപ്പിച്ച് നിർത്തിയിരുന്നോണ്ട്. അങ്ങനല്ലേ വിൽപത്രമൊക്കെ ശരിയാക്കി എടുത്തു. ഭയപ്പെടുത്തിയ ബാങ്കിൽ ഈ ഒപ്പിടാൻ അച്ഛന്റെ ഒരു വർഷമായിട്ടേ ഒപ്പിടുന്നില്ല. ഈ ബാങ്കിൽ ഒറ്റ പൈസയിൽ എല്ലാം മാറിയിരിക്കുന്ന എങ്ങനെ ചെക്ക് ഒരുപാട് ചെക്കിൽ ഇങ്ങനെ അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ വലിയൊരു നിക്ഷേപം ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്നു. ഒറ്റ രൂപ ആർക്കും കൊടുത്തില്ല, തനിയെ എടുത്തു മുഴുവൻ. ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കില് തങ്കപ്പമ്മ അച്ഛന് 10,000 രൂപയായ വിളിച്ച് തങ്കപ്പ കൊണ്ടുപോയി ഇടൂന്ന് പറഞ്ഞ് കൊടുക്കും. അച്ഛൻ ചെലവാക്കത്തില്ല, എല്ലാ രൂപയും ഇയാളെ ഏൽപ്പിച്ചു. ഈ മനുഷ്യൻ കൊണ്ടുചെന്ന് പലരുടെ പേരിലൊക്കെ അത് ഇട്ടിട്ട് പിന്നെ അച്ഛന്റെ കയ്യിൽ കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഇതിന്റെ. അത് അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ എന്നും പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഒരു സാറ്, സ്കൂളിലെ ഒരു സാറുണ്ട്. അദ്ദേഹത്തിന് വിശ്വസ്തൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അച്ഛൻ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽസ്. ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 3 പേരും കൂടി നിൽക്കുമ്പോഴേ അത് കൊണ്ടു കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കാലം കഴിയുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം. ഇവർക്ക് ഗണേശന്റെ മക്കൾക്ക് ഇത്ര, അനിയത്തിയുടെ മകനിത്ര, നിന്റെ മക്കൾക്ക് ഇത്ര, പിന്നെ അച്ഛനെ നോക്കി വർഷങ്ങളോളം കൂടെ വന്ന കൃഷ്ണപിള്ള കാര്യസ്ഥന് അയാൾക്ക് ഇത്ര, എല്ലാം പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷെ ഒറ്റ മനുഷ്യർക്കൊന്നും കൊടുത്തില്ല. എല്ലാം തട്ടിയെടുത്തു. ബാക്കി തങ്കപ്പമ്പിള്ള എടുത്തു. ഗണേഷ് കുമാറും തങ്കപ്പപിള്ളയും തമ്മിലുള്ള ഒരു കളി അല്ല, അവര് തമ്മിൽ വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ പണത്തിന്റെ കാര്യം വന്നപ്പോ തങ്കപ്പമ്പിള്ള ബുദ്ധിപരമായിട്ട് അത് പലരുടെ പേരിലല്ലേ ഇട്ടത്. അപ്പൊ കുറെ അങ്ങേരെടുത്തു. പിന്നെ മെജോറിറ്റി ഗണേഷ് കുമാർ കൊണ്ടു. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. പിണറായി വിജയനെ ഞാൻ കാണാൻ പോയത് വേറൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് അന്ന് പേ കമ്മീഷൻ ചെയർമാനാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഗവൺമെന്റിൽ തന്നെ ഒരു മന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നു, കേസ് കൊടുക്കാനാണ് നീക്കം എന്നൊന്ന് അറിയിക്കേണ്ട മര്യാദ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം പോയി കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കത്തില്ലേ എന്താണ് വിഷയം, മന്ത്രിയെ ബാധിക്കുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വിൽപത്രം എഴുതി അത് നമ്മളെ ഒഴിവാക്കിയിരിക്കുന്നു. ബാലകൃഷ്ണപിള്ള ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്നിട്ട് അത് മറിച്ച് നോക്കിയപ്പം എനിക്ക് ഇല്ലല്ലോ, 36 ഒരാൾക്ക് 16 ഒരാൾക്ക് എനിക്ക് ഒരു 1/2 പേജിൽ അമ്മയ്ക്ക് കൊടുത്ത ആ തോട്ടം എന്റെ പേരിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അമ്മ തന്നെ, ഇത് നിങ്ങൾ ലീഗലി പോണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമുക്ക് തോന്നി ശരിയാ. അപ്പൊ ലീഗലി പലരെയും കാണിച്ചപ്പോ അഡ്വൈസ് കിട്ടിയത് ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്റെ മനസാക്ഷിയും പറഞ്ഞു ലീഗലി പോകണം. അങ്ങനെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. നിവൃത്തിയില്ലാഞ്ഞാണ് ലീഗലി പോകണമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉപദേശിച്ചു. പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു. ഒരിക്കലും ഒരു മകളെ ഒഴിവാക്കിക്കൊണ്ട് ബാലകൃഷ്ണപിള്ള ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് തോന്നി. മനസ്സിലായി. പിന്നെ ലീഗലി പോകുന്നതിന് മുമ്പ് ഞാൻ ആവുന്നതും ചോദിച്ചു, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കേസ് മുഴക്കും വേണ്ട, നമ്മ ഒത്തുതീർപ്പാക്കാം, നമുക്ക് അങ്ങ് തീർക്കാം. സമ്മതിച്ചില്ല. ഒട്ടും സമയം ഞാൻ എന്റെ അച്ഛൻ എനിക്കത് ഞാൻ എടുക്കും, തരില്ല. വലിയൊരു വാശി കിട്ടിയാൽ ആർക്കാ എത്രയും
വലിയ വിഷമം തോന്നി അന്ന് സഹോദര ബന്ധം കളയാൻ. വലിയ വിഷമമാണ് നമുക്ക് ജീവിതത്തിൽ. ഈ ജന്മത്തെ സഹോദര ഒരു ബന്ധമല്ലേ ഉള്ളൂ. ഈ സത്യമൊക്കെ അങ്ങ് ആ കാലഘട്ടത്തിൽ തുറന്നു പറഞ്ഞപ്പോൾ ചില PR വർക്കുകളുടെ ഭാഗമായി ശ്രീമതി ഉഷ മോഹൻദാസിന്റെ പണത്തോടുള്ള ആർത്തി എന്നുള്ള പേരിലെ ചില റീലുകളും ചില കമന്റുകളും ഒക്കെ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ പല ഭാഗത്തും ഈ വിൽപ്പത്രത്തിന്റെ ഭാഗം വരുമ്പോൾ അതിന്റെ മനസ്സിലേക്ക് വരും എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ. അന്ന് വലിയ വേദന, വളരെ വേദന തോന്നി. കാരണം എല്ലാ ജനത്തിന്റെയും പോയി നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കമന്റ്സ് വായിച്ചിട്ട് ഓരോരുത്തർക്കും ചില ചാനലുകളൊക്കെ ആർത്തി പിടിച്ച ഉഷ എന്നൊക്കെ പറഞ്ഞു. എന്താർത്തി? എന്താണ് ഞാൻ ആർത്തി ചെയ്തത്? എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ 2ആയി വിഭജിക്കുന്ന ശരിയല്ല, 3ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണോ തെറ്റ്? എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ച പണം 3 മക്കൾക്ക് വേണ്ടിയാണ്. ഒരാൾ എനിക്ക് മാത്രം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ സമ്പാദ്യത്തിലെ ഒരു വീതം എനിക്ക് അത് തെറ്റാണോ? ഞാനത് പറഞ്ഞു. ജനം പറയട്ടെ, പത്തനാപുരത്തെ ആൾക്കാർ മറുപടി പറയട്ടെ. ഇതിന് മറുപടി തെറ്റാണോ ഞാൻ ആവശ്യപ്പെട്ടത്? എന്റെ റൈറ്റ് അല്ലേ? എന്റെ അച്ഛന്റെ വക അനുഭവിക്കാൻ എനിക്ക് അവകാശമില്ലേ? കീഴൂട്ടിൽ കുടുംബത്തിൽ എങ്ങനെ ഈ പത്തനാപുരമായിട്ട് ഇത്ര വലിയൊരു ആത്മബന്ധം വരുന്നത്? അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ, തൊട്ടടുത്ത. മുൻപ് അച്ഛൻ മത്സരിച്ചത് അന്ന് അച്ഛൻ മത്സരിച്ചു കഴിഞ്ഞ് പിന്നെ അത് റിസർവേഷനായി, മണ്ഡലം. പക്ഷെ പിന്നീട് ചില റിസർവേഷനായി. അച്ഛൻ പിന്നെ കൊട്ടാരക്കരയിലേക്ക് വന്നു. കൊട്ടാരക്കരയിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും കൊട്ടാരക്കര വിട്ടു പോയിട്ടില്ല. അച്ഛൻ അടുപ്പിച്ച് 10 പ്രാവശ്യം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു, പത്തനാപുരത്തും തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ട സമയമുണ്ട്. പരാജയപ്പെട്ടപ്പോൾ പോലും അച്ഛൻ കൊട്ടാരക്കര ഉപേക്ഷിച്ചില്ല. കാരണം അച്ഛന് കൊട്ടാരക്കരയായിട്ട് അത്രയും ആത്മബന്ധമുണ്ട്. ഒരു കാലഘട്ടം, ഒരു രാഷ്ട്രീയ കാലഘട്ടം, പതിറ്റാണ്ടുകൾ രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് പൊതുജീവിതത്തെ നോക്കിക്കണ്ട അങ്ങ്, പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹോദരനുമായി വിങ്ങലോടെ ഒരു നിയമയുദ്ധത്തിലേക്ക് കടക്കുന്നു. സഹോദരനെതിരെ ചില തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ തയ്യാറാവുന്നില്ല, തുറന്നു പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ അഭിമുഖത്തിൽ പോലും, ഈ സംഭാഷണത്തിൽ പോലും, അഭിമുഖം എന്ന് പറഞ്ഞുകൂടാ, ഈ സംഭാഷണത്തിൽ പോലും തുറന്നു പറയുമ്പോൾ ഒരു ഹൃദയത്തിന്റെ ഒരു വിങ്ങൽ കാണാൻ കഴിയും. സഹോദരനെതിരെയാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്. വിഷമമുണ്ട്, നിവൃത്തിയില്ല. ഇന്നലെ ഒരു ചാനലിൽ കണ്ടപ്പോഴും എനിക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യ ആളല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ഈ സംഭാഷണത്തിൽ തോന്നി എല്ലാറ്റിനും ഒടുവിൽ സ്വന്തം അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ട് മകനായ ഗണേഷ് എന്ന് അങ്ങേക്ക് വ്യക്തമായി അറിയാം. പക്ഷെ അതുപോലും തുറന്ന് ഈ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഒരു കുടുംബ ബന്ധത്തിന്റെ പേരിൽ പാടുപെടുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. വളരെ നന്ദി. എത്രയായാലും സഹോദരനല്ലേ എന്നുള്ള ആ വിചാരം എപ്പോഴും ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ഉഷ മോഹൻദാസ്. നന്ദി, നമസ്കാരം.